ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2-3 ദിവസമായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അത്യാവശ്യം വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലേക്ക് വന്നതും ഫാമിലി വിസിറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ള 1-2 വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം തീരെ കിട്ടുന്നില്ല. ഇത്രയും ഒരാഴ്ചയായിട്ട് നമ്മൾ മൊത്തം ഫാമിലി വിസിറ്റിംഗ് ആണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് മാത്രമല്ല അതേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊരു നൈറ്റ് ഡേറ്റിന് വേണ്ടി പോവാണ്. അങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ ലാബിലാണ്. അപ്പം ഇങ്ങോട്ട് കാക്കും പാച്ചും കൂടി വരും. എന്നിട്ട് ഞങ്ങളൊന്ന് കറങ്ങും, ഫുഡൊക്കെ അടിച്ച്. പിന്നെ കാക്കുവിന് ഒരു ഷർട്ടൊക്കെ എടുക്കാനുണ്ട്. ഞങ്ങൾക്ക് ഈ വരുന്ന ശനിയാഴ്ച ഒരു കല്യാണം ഉണ്ട്, അപ്പം അതിനുവേണ്ടി ഒരു ഷർട്ടൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അവരിപ്പോൾ വരും, ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അവർ വരുന്ന നോക്കാം. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഉള്ള എൻ്റെ പണി എന്ന് പറയുന്നത് ലാബ് ക്ലോസ് ചെയ്ത് ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഷട്ടർ ഇടണ്ട, കാരണം അല്ലെങ്കിൽ ഞാൻ ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്തിങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഷട്ടർ ഇടുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കെല്ലാം ഓഫ് ചെയ്തിട്ട് പുറത്ത് പോയിട്ടിരിക്കാം. ടോയ്ലറ്റ് അടച്ചു, ക്ലോസ് ചെയ്തു. ഞാൻ സിസ്റ്റം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ചാർജർ ഞാൻ ആ സൈഡിലുള്ള ഷട്ടറൊക്കെ ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് നെക്സ്റ്റ് ഷട്ടർ ക്ലോസ് ചെയ്യാൻ അവർ വരട്ടെ, എന്നിട്ട് ക്ലോസ് ചെയ്യാം. അപ്പം ഇവിടെ ഇരിക്കാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 2 ആളും വരുന്നുണ്ട് കേട്ടോ. എത്തി. അപ്പം ഞാനിനി ക്ലോസ് ചെയ്യട്ടെ. ട്രിപ്പിൽ ആദ്യത്തെ കാര്യം എനിക്കൊരു ഫുട്വെയർ എടുക്കുക എന്നുള്ളതാണ്. കല്യാണത്തിന് ഇവർ 2 ആളും വന്നിട്ടുണ്ട്. ഇല്ല അടുക്കല്ല മോളും. അപ്പം നമ്മൾ ഫുട്വെയറിന് ട്രെൻഡ്സിലാണ് പോകുന്നത് കേട്ടോ. ട്രെൻഡ്സിലൊരു 60% ഓഫർ കാണുന്നുണ്ട്. നമുക്കൊന്ന് പോകുന്നു. ഒക്കെ ഇന്ന് ആരീസിൽ കയറി നോക്കണോ? ട്രെൻഡ്സിലെ ട്രെൻഡൊക്കെ മറ്റേ ചെരുപ്പുകളാവും. നോക്കാല്ലേ? യെല്ലോ കളറോ? യെല്ലോ രസല്ല. ട്രെൻഡിന്ന് നമ്മൾ ചെരുപ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വെറുതെ ഒന്ന് കയറി ഇറങ്ങി. ഒടുക്കത്തെ റേറ്റ് ആണ്. ഒരു 2000-3000 സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ വരുന്നത് നല്ല ചെരുപ്പുകൾക്കൊക്കെ. അപ്പോൾ നമുക്കിനി ചെരുപ്പ് വേറെ എവിടെയെങ്കിലും നോക്കാം. ഇനി അതിൻ്റെ കൂടെ കാക്കൂന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സൗദിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഷർട്ടൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാണ്. എത്ര കട അന്ന് കയറി ഇറങ്ങിയെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. അത്രയും കടകൾ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്തോന്നറിയില്ല, കാക്കൂര് ഇങ്ങനെ കിട്ടിയത്. അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് ഈ കടകൾ കയറി ഇറങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു ഷർട്ട് എടുത്തിട്ട് പിന്നെ വന്നത് ശോഭികയിലാണ്. അവിടെ എങ്ങനെയുണ്ട് കളക്ഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചെരുപ്പും നോക്കി. അവിടെ ഇപ്പോൾ ചെരുപ്പിൻ്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ചെരുപ്പ് നോക്കി ഞാൻ എടുക്കുകയും ചെയ്തു. പക്ഷേ എടുത്തത് വീഡിയോയിലുണ്ടോ നോക്കാം, എനിക്ക് ഓർമ്മയില്ല. ഒരു ഷർട്ട് എടുത്തിട്ട് നമ്മൾ നേരെ ഫുട്വെയറിൻ്റെ ഏരിയയിലേക്ക് പോയി. അപ്പോൾ ഞാനൊരു 2 ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു ചെരുപ്പും. അത് പർച്ചേസ് ചെയ്തതിന് ശേഷം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും കുഞ്ഞുടുപ്പുകളൊക്കെ ഇപ്പോൾ നമുക്ക് ദിമ ഉണ്ടായതുകൊണ്ട് കുഞ്ഞുടുപ്പുകളൊക്കെ ഒന്ന് കണ്ടാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. സബ്സ്ക്രൈബ് ചെയ്യേ. ആയിട്ടില്ല, 8000 ആവണുള്ളൂ. പർച്ചേസിങ് കഴിഞ്ഞിട്ട് നേരെ പോയത് മെയിൻ കാര്യത്തിലേക്കാണ്. ഫുഡടി. ഈ നമ്മുടെ മിനർവപ്പടിയിലുള്ള റൈദാൻ ഉണ്ടല്ലോ, അവിടുത്തെ മന്തിയും പെരുപരിയും എനിക്കറിയാൻ പാടില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എവിടുന്ന് മന്തി കഴിച്ചിട്ടും ഇവൻ ഞാൻ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ മന്തി പോലും എനിക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അതെന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നിലമ്പൂർ, ചന്തക്കുന്ന്, എടത്തര
എല്ലാ ഭാഗത്തുള്ള മന്തിക്കടകളിലും കയറിയ ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ പെരി പെരി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇതിങ്ങോട്ട് കഴിക്കുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, എന്നെ പോലെ ഇത്രയും മന്തി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രി ഒരു 11:30-12 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും. പക്ഷെ എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു അന്നത്തെ ആ ദിവസം. നമുക്കിങ്ങനെ ഈ നൈറ്റ് റൈഡ് പോകുന്നത് എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാണ്. അത് കാറിലാണെങ്കിലോ ബൈക്കിലാണെങ്കിലോ എങ്ങനെയാണെങ്കിലും നൈറ്റിൽ പുറത്ത് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫുഡ് അടിയോടുകൂടി അന്നത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഒരു 11:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന ദിവസം മുതൽ നമുക്ക് കല്യാണം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ നമ്മുടെ കല്യാണത്തിൻ്റെയും അതൊക്കെ ആവും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.